തിരിച്ചറിഞ്ഞപ്പോൾ റവാത്തിബ് നിസ്കരിച്ച് ജുമാ നിസ്കരിക്കാൻ കാത്തിരിക്കുന്ന റഈസുൽ ഉലമാ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആ സമയത്ത് അബ്ദുറഹ്മാൻ അൻസരിയുടെ വായിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു ഹഖ്ഖൻ ഹഖ്ഖ എന്ന് പറഞ്ഞു തുപ്പിക്കൊടുത്തു. ആ ഉമിനീര് കുടിച്ച് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൻസരി ആ കലിമ മൊഴിഞ്ഞ് എന്നേക്കുമായി ലോകത്ത് നിന്ന് വിട പറഞ്ഞ വിവരം പറയുമ്പോഴേക്ക് അവിടെ ഓടിയെത്തി മദ്രസാദാക്കൾ. പിന്നീട് എന്താ അതിനൊക്കെ ചെയ്യുക? അല്ലെങ്കിൽ സംഘികൾ നമ്മൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത്, ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പി കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ പറയാണ് ഏതോ ഒരു ഉലമ, ആ ഉലമ ഏതോ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് റവാത്തിബ് നമസ്കരിക്കാൻ നിൽക്കുന്നിടത്താണ് ഇത്ര ഇറങ്ങിപ്പോയത്. എന്നിട്ട് നേരെ ഈ മരിക്കാൻ കിടക്കുന്ന സാധുവിൻ്റെ വായിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖൻ ഹഖ എന്നും പറഞ്ഞിട്ട് ഥൂ എന്നിട്ട് തുപ്പിക്കത്രേ. അതും കുടിച്ചിട്ട് മൂപ്പർ അങ്ങോട്ട് മരിച്ചും പോയി. അൽഹംദുലില്ലാഹ് ഖൈറ് അല്ലേ? എന്ത് കൗമികളാണിത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണേ. ഇനി ഇതിൻ്റെ പേര് തെളിവ് പറയാൻ എന്താണെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ നിമിഷങ്ങൾ പറയുമ്പോൾ എൻ്റെ ഉമിനീരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരുമായിട്ട് ചേർന്നത്, അവസാനമായിക്കൊണ്ട് ചേർന്നത് എന്നൊരു റിപ്പോർട്ടുണ്ട്. സത്യമാണത്. അത് ഇവിടെ ഈ മൊയ്ലിയാക്കന്മാർ പറഞ്ഞ പോലെ വായങ്ങനെ തുറപ്പിച്ചിട്ട് അതിലേക്ക് തുപ്പുകയോ അല്ലെങ്കിൽ ഉമിനീരെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു അല്ല സഹോദരന്മാരെ. അതിൻ്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേദനയിൽ അതികഠിനമായ തലവേദന, ബോധക്ഷയം ഒക്കെ സംഭവിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാസ്റ്റ് സമയത്ത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാറിൽ മുഖം ചേർത്തിരിക്കുകയും പിന്നീട് മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ ഒരു അവസരത്തിൽ, ആ ഒരു സമയത്ത് സ്വഹാബാക്കളെല്ലാം ദുഃഖത്തിലാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് കയറി വരികയാണ്. ആ കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറാഖ് എന്ന് പറയുന്ന, സാധാരണ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അറബ് രാജ്യത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം അറാഖ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇത്രയൊക്കെ നീളമുള്ള ഒരു ചെറിയൊരു മരക്കഷ്ണം, അത് കടിച്ച് ചവച്ച് അത് പദം വരുത്തിയിട്ട് അവരിങ്ങനെ മിസ്വാക്ക് ചെയ്യും. അതിന് അറാഖ് എന്ന് പറയും. അത് നമസ്കാരത്തിന് ഒളു എടുത്തിട്ട് അതിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ പോക്കലിട്ടിട്ടുള്ള അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന സൗദികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അറാഖ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കിയപ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ് മിസ്വാക്ക് ചെയ്യണമെന്ന്. റസൂലുള്ളാഹ് വേണം എന്ന ആംഗ്യം കാണിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറാഖ് എടുത്തുകൊണ്ട് കടിച്ച് പദം വരുത്തിയിട്ട് റസൂലുള്ളാഹിൻ്റെ പല്ലുകൾ മിസ്വാക്ക് ചെയ്തു കൊടുത്തു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതിനുശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയാണ്. ആ ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പല ആളുകളും ഈ രൂപത്തിൽ, ഇപ്പോൾ ഇയാൾ പറഞ്ഞ എന്താണ്, ഏതോ ഒരു ഉലമ ഏതോ ഒരു മരിക്കാൻ കിടക്കുന്ന സാധുവിൻ്റെ വായിലേക്ക് പോയിട്ട് ഠൂ എന്നിട്ട് തുപ്പിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖൻ ഹഖ ഇജ്ജ് മരിച്ചോന്ന്. എന്ത് വിവരക്കിടക്കാണ് ഇവർ ഈ പറയണത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഹലാല് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഹലാൽ സ്റ്റിക്കർ പോലും പാടില്ല എന്നാണ് ഇപ്പോൾ UP എന്ന് പറയുന്ന സ്റ്റേറ്റിലെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന നരാധമൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അവിടെ ഹലാൽ സ്റ്റിക്കറൊന്നും പാടില്ല, ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയതാണെന്നുള്ളതാണ് ചില സംഖ്യകൾ പറഞ്ഞു പരത്തുന്നത്. സഹോദരന്മാരെ, ഇനി കാണിക്കുവാനുള്ളത് ഇവിടെ നിലമ്പൂർ പാട്ട് എന്ന് പറയുന്ന ആ ഒരു ഉത്സവം, അതിൽ യന്ത്രഊഞ്ഞാലുണ്ട്. യന്ത്രഊഞ്ഞാലിൽ കയറിയ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വിളിച്ചതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് തൗഹീദ് മാത്രം പറയുന്ന ഒരു കുട്ടി, അവന് അവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു 1.5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ്, നമുക്കതൊന്ന് കാണാം. എന്നിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 പടച്ചോനെ 5 വക്ത് നാളെ 5 വക്ത് പടച്ചോനെ اللهم صل على سيدنا وعلى آل سيدنا أجمعين أما بعد أشهد أن لا إله إلا الله أشهد أن محمد رسول الله പടച്ചോനെ بسم الله الرحمن الرحيم والقرآن الحكيم إنك لمن المرسلين على صراط യാസീൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ കാണിക്കാൻ കാരണം, അന്ന് നമ്മളൊരു വീഡിയോ കാണിച്ചു, അതിൽ ഏതൊക്കെയോ ശേഖന്മാരെ വിളിച്ചുകൊണ്ടാണ് ആ കുട്ടി കരഞ്ഞിരുന്നത്. ബദരീങ്ങള്, അതേപോലെ തന്നെ ഓച്ചിറപ്പാപ്പ എന്നൊക്കെ വിളിച്ചിരുന്നു. ഇവിടെ തുടക്കത്തിൽ ഉമ്മ ഉമ്മ എന്നാണ് വിളിച്ചത്. ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു ചെറിയൊരു കാര്യം കൂടി പറയുക എന്നുള്ളത് കൂടി എൻ്റെ ഉദ്ദേശം. ആ വിളിച്ചത്, അത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉമ്മ 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 അവിടെ ഇല്ലല്ലോ, ചിലപ്പോൾ ആ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശിർക്കല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇതാണ് ഇഷ്കിൻ്റെ വിളി. ഈ വിളി ഇസ്തിഗാസക്ക്, അത് ഇസ്തിഷ്ഫായിൻ്റെ വഴിയിലൂടെ കൂട്ടി കെട്ടാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇത് ഇഷ്കിൻ്റെ വിളിയാണ്. ആ ഉമ്മ അവിടെ വരുമെന്നോ അവനെ രക്ഷിക്കുമെന്നോ, അല്ലെങ്കിൽ ആ ഉമ്മ വീട്ടിൽ നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ മരണപ്പെട്ടതാണെങ്കിൽ കബറിൽ കിടന്നുകൊണ്ടോ ആ കുഞ്ഞുമോനെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലല്ല അവൻ വിളിച്ചിട്ടുള്ളത്, അല്ലേ? ഇവിടെ ഇസ്തിഗാസ ചെയ്യുന്നവരെന്താ ചെയ്യാറുള്ളത്? യാ റസൂലല്ലാ, യാ മുട്ടിപ്പരി ഷെയ്ഖേ, യാ മമ്പറത്തെ തങ്ങളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഓലിത് കേൾക്കും, ഓല് രക്ഷിക്കും എന്നുള്ളതിലാണ്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. ഉമ്മ രക്ഷിക്കുമെന്ന് കരുതിയിട്ടല്ല വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇഷ്കിൻ്റെ വിളിയാണ്. ഇഷ്കിൻ്റെ ഇസ്തിഗാസ അല്ലെങ്കിൽ ഇസ്തിഷ്ഫാ എന്നൊന്നും പറയേണ്ട. അങ്ങനെ ഒരു വിളി, നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ വിളിക്കുന്ന ആ ഒരു സംഭവം, അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നുമില്ല. എന്നാൽ ആ കുട്ടി പിന്നീട് പറയുന്നത് അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ 5 വക്ത് നിസ്കരിച്ചാൽ അല്ലാന്നൊക്കെ പറയണത്. ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മരണത്തിൻ്റെ ആ ഒരു ലെവൽ വരുമ്പോൾ, നമ്മൾ പിടുത്തം വിട്ടു എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് മാത്രം അള്ളാഹനെ ഓർക്കുക. അല്ലാത്ത സമയത്ത് അള്ളാഹുവിൽ ചിന്തയില്ലാണ്ട് നടക്കുന്ന ആളുകൾക്കൊരു പാഠം കൂടി ഇതിലുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ മാത്രം അള്ളാഹിനെ ഓർക്കുക, അള്ളാഹ് കണ്ട് വിളിക്കുക കാര്യമല്ല. നമ്മളെല്ലാ സമയത്തും ഈ അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത് അത് അധികരിപ്പിക്കാൻ പറഞ്ഞത് എന്തിനാണ്? അത് അള്ളാഹുവോടുള്ള നമ്മുടെ ഇസ്തിഗ്ഫാറിൻ്റെ ഒപ്പം തന്നെ അള്ളാഹനെ നമ്മൾ സ്മരിക്കും എന്നുള്ളതാണ്. നമ്മളെ പാപമോചനമാണ് ഏറ്റവും അള്ളാഹനെ ഓർക്കുവാൻ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് നമ്മൾ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രം കാര്യമല്ല. നമ്മളെല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. പിന്നെ ഭയമുള്ളവർ ഇതുപോലെയുള്ള യന്ത്ര ഊഞ്ഞാലുകളിലൊന്നും കയറാതിരിക്കുക. പിന്നെ കയറിയിട്ട് ഭയം മാറുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെ കയറുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ യന്ത്ര ഊഞ്ഞാലിൽ കയറിയിട്ട് ഇതുപോലെയുള്ള ഈ ഒരു വിഭ്രാന്തി നേരിടുമ്പോൾ അവൻ്റെ മനസ്സിനേക്ക് അത് ബാധിച്ചേക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, യന്ത്ര ഊഞ്ഞാൽ സാധാരണഗതിയിലൊന്നും അപകടത്തിൽ പെടാറില്ല. അതിലുള്ള ആളുകൾ പുറത്ത് വീഴാറുമില്ല. പിന്നെ കൊച്ചു കുട്ടികളെയൊക്കെ യന്ത്ര ഊഞ്ഞാലിൽ കയറ്റുമ്പോൾ അവരുടെ മാനസിക നിലയൊക്കെ നോക്കിയിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ കയറ്റാതിരിക്കുകയൊക്കെ ചെയ്യുക. അവർ കയറണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ കയറട്ടെ, ഇതുപോലെ നിലവിളിക്കുകയാണെങ്കിൽ നിലവിളിക്കട്ടെ, അതിലൊന്നും കഥയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറയാം, ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രം വിളിക്കേണ്ടവനല്ല അല്ലാഹ്. നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും ചോദിക്കേണ്ടതും വിളിക്കേണ്ടതും പറയേണ്ടതും അവനെ തന്നെയാണ്. അവന് പുറമെ മറ്റാരെ നിങ്ങൾ വിളിച്ചാലും അത് ഷിർക്കിലേക്കാണ് പോവുക. അവനെ വിളിക്കുക എന്നുള്ളതാണ് തൗഹീദ്. അവനെ മാത്രം വിളിക്കുക, അവനെ മാത്രമാക്കുക ജീവിതത്തിൽ എല്ലായ്പ്പോഴും, എല്ലാ സന്ദർഭത്തിലും, എല്ലാ മേഖലയിലും എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.